ഇപ്പോൾ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാലുള്ള ഗതാഗതക്കുരുക്ക് കാണാം. ഇപ്പോഴും സ്ഥലത്ത് വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ആകാശ ദൃശ്യങ്ങൾ കാണൂ. ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ നീണ്ട ഗതാഗതക്കുരുക്കിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. മണിക്കൂറുകൾ കാത്തിരുന്നാണ് പലപ്പോഴും ഈ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര വരെയുള്ള ഭാഗത്തൂടെ ആളുകൾ കടന്നു പോകുന്നത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനം. ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് പാലിയേക്കര ടോൾ ബൂത്തിന് തൊട്ടു മുന്നിൽ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര വരെയുള്ള പാതയിലെ ദൃശ്യങ്ങളാണ്. ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായും വാഹനങ്ങൾ നിലച്ച മട്ടാണ്. പലയിടങ്ങളിലും കിലോമീറ്ററുകൾ നീളുന്ന ക്യൂ ആണ് ഒരു ഭാഗത്തൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇവിടം ഒന്ന് താണ്ടിക്കിട്ടുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം ഒരു ഭാഗത്തേക്ക് ഏകദേശം പൂർണ്ണമായും നിലച്ച മട്ടിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ക്യൂ പ്രേക്ഷകർക്ക് കാണാം. ഇതേതെങ്കിലും മഹാനഗരത്തിൽ നിന്നുള്ള കാഴ്ചയല്ല. ആമ്പല്ലൂർ മുതൽ പാലിയേക്കര വരെയുള്ള ദേശീയപാതയിലെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. കിലോമീറ്ററുകൾ ഞങ്ങളുടെ ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി കാണാം. രാത്രിയിൽ തിടുക്കത്തിലെത്തിയ ഒരു ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വാഹനങ്ങൾ ബ്ലോക്കായി കിലോമീറ്ററുകൾ കിടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ സാവധാനം ഉറുമ്പെഴിയുന്ന മാതിരിയാണ് വാഹനങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, നാളെയും മറ്റന്നാളും ഞായറാഴ്ചയും അവധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നു. കിലോമീറ്ററുകളോളമാണ് പാലിയേക്കരയിൽ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര വരെയുള്ള ദേശീയപാതയിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വാഹനങ്ങൾ ചലിക്കുന്നതേയില്ല. മണിക്കൂറുകളായി ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ആമ്പല്ലൂർ മുതൽ പാലിയേക്കര വരെയുള്ള പാതയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് സുപ്രീം കോടതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചോദിച്ച ചോദ്യങ്ങളും ഇതാണ്.